Dear students, സുവോളജിയുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അതിൻ്റെ ഫോക്കസ് ഏരിയ അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. 4 ടോപ്പിക്കാണ് മേജറായിട്ട് പഠിക്കാനുള്ളത്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ലിവർ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്, കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇത്രയും 4 പോർഷൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ഭാഗത്ത് തന്നെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്താണ്, അതിൻ്റെ കൺസർവേഷൻ എന്താണ്, അല്ലേ? ബയോഡൈവേഴ്സിറ്റി മീൻസ് ദ വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ദറ്റ് സീൻ ഇൻ ദ എർത്ത്, അല്ലേ? എർത്തിൽ കാണുന്ന വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവയുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറേ ഭാഗങ്ങൾക്ക് നമുക്ക് പഠിക്കാനായിട്ടില്ല. അതിൻ്റെ ജൈവ വൈവിധ്യത്തിൻ്റെ പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമുക്കറിയാം, ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല ജീവജാലങ്ങൾ കാണുന്നത്, അല്ലേ? നമുക്ക് കൂടുതലും ഭൂമി നമുക്കറിയാം ഗോളാകൃതിയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇക്വറ്റോറിയൽ റീജിയൻ, ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്തുള്ള ഭാഗം നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്, അല്ലേ? ആ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഏരിയ. നമ്മൾ പോളാർ ഏരിയാസിലേക്ക് പോകുമ്പോൾ ജൈവ വൈവിധ്യം കുറഞ്ഞു വരുന്നതായിരിക്കും, അല്ലേ? ഇവിടെ നിന്ന് ഇക്വറ്റോറിയൽ ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ജൈവ വൈവിധ്യം കുറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോളാർ ഏരിയാസിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തൊക്കെ കൂടുതലും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്, അല്ലേ? അവിടെ ജൈവ വൈവിധ്യം കുറവാണ്. പിന്നെ ഈ പ്രദേശത്ത്, അതായത് ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. ആ ഭാഗത്താണ് നമുക്ക് സീസണൽ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാം, അല്ലേ? അതുപോലെ തന്നെ കൂടുതൽ സോളാർ എനർജി കിട്ടുന്ന ഭാഗമാണ് ഇവിടെ. അപ്പം ജൈവ വൈവിധ്യം കൂടാനൊരു കാരണമാണത്, അല്ലേ? ജീവികൾ പരിണാമം സംഭവിക്കാനും അല്ലെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ പുതിയതായിട്ട് ഉണ്ടായി വരാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശമാണ്, നോട്ട് ദ പോളാർ ഏരിയാസ്. പോളാർ ഏരിയാസിനെ നമ്മൾ ടെമ്പറേറ്റ് റീജിയൻസ് എന്നാണ് പറയുന്നത്. ഈ ഭാഗം ടെമ്പറേറ്റ് റീജിയൻസ് ആണ്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ, ഭൂമിയുടെ നടുക്ക് ഭാഗത്തിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും നമുക്കറിയാം സീസൺസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം ഇത്ര നാൾ തൊട്ട് ഇത്ര നാൾ വരെ ചൂടുകാലമാണ്, ഇത്ര നാൾ തൊട്ട് ഇത്ര നാൾ വരെ തണുപ്പ് കാലമാണ്, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ചേഞ്ചസ് ഉണ്ടാക്കാം, അല്ലേ? ജീവജാലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി വരാം. അപ്പോൾ ചേഞ്ചസ് ഉണ്ടാകുന്നത് കാരണമാണ് വൈവിധ്യങ്ങൾ നിലനിന്ന് പോകുന്നത്. പിന്നെ അതുപോലെ കൂടുതൽ എനർജി കിട്ടുന്നുണ്ട്, സോളാർ ഏരിയ കൂടുതൽ, അല്ലേ? സോളാർ എനർജി കൂടുതൽ കിട്ടുന്ന ഭാഗവും കൂടി ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, ജീവജാലങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. റിച്ച് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പ്രദേശത്തെ ജീവജാലങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രദേശവും ആ പ്രദേശത്തുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതായത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അതായത് ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവി, ആ സ്പീഷീസ് പലതരത്തിലുള്ള വൈവിധ്യമാർന്ന സ്പീഷീസുകളെ ഒന്നിച്ച് നമ്മൾ പറയുമ്പോൾ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയും. എത്രത്തോളം സ്പീഷീസ് കൂടുതലുണ്ടോ അതിനെയാണ് നമ്മൾ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത്. സ്പീഷീസ് റിച്ച്നെസ് പറഞ്ഞാൽ വൈവിധ്യമാർന്ന സ്പീഷീസുകൾ വരിക ഒരു പ്രദേശത്ത്, എന്നിട്ട് നമ്മൾ ആ സ്പീഷീസും അവ വളരുന്ന ഏരിയയും അവ കാണപ്പെടുന്ന ഏരിയയും തമ്മിലൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്പീഷീസ് ഏരിയ റിലേഷൻ, സ്പീഷീസും ഏരിയയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആണ് ഹാംബോൾട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജിയോഗ്രഫർ Alexander von Humboldt observed that within a region, species richness increased with increasing explored area, only up to a limit. ഈ ഒരു
തിയറിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്തിൻ എ റീജിയൻ, ഒരു പ്രത്യേക റീജിയനിൽ അല്ലെ ഒരു ഏരിയയിൽ നമ്മൾ നോക്കിയാൽ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് എക്സ്പ്ലോർഡ് ഏരിയ. അവർ എവിടെയാണോ വസിക്കുന്നത്, ജീവികൾ എവിടെയാണോ വസിക്കുന്നത്, ആ ജീവികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ എത്രത്തോളം ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നു, എത്ര ഏരിയ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ സ്പീഷീസിൻ്റെ റിച്ച്നെസ്, അതായത് എത്രത്തോളം സ്പീഷീസുകൾ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഏരിയയ്ക്ക് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഓൺലി അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റിനപ്പുറം അത് ഇൻക്രീസ് ചെയ്യത്തില്ലെന്നാണ് ആര് കണ്ടുപിടിച്ചിരിക്കുന്നത്? അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട്. ഇദ്ദേഹത്തിൻ്റെ തിയറി പഠിച്ചു വെക്കുക. ആ ഏരിയ റിലേഷൻഷിപ്പ് ആരാണ് കൊണ്ടുവന്നതെന്നുള്ളതും ഈ ആളുടെ പേരും ഓർത്തിരിക്കുക. അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് observed that within a region species richness increased with increasing explored area but only up to a limit. ഒരു ലിമിറ്റിനപ്പുറം അത് ഇൻക്രീസ് ചെയ്തില്ല. അപ്പോൾ ഒരു പ്രദേശത്ത് നമ്മൾ ഒരു കുറേ ജീവികളെ വിടാൽ അവിടെ ഇരുന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ ജീവികൾ ഉണ്ടാകുക എന്ന് വിചാരിക്കുക. അപ്പോൾ അല്ല, കൂടുതൽ വേറെ വൈവിധ്യമാർന്ന ജീവികൾ ഉണ്ടായാലും അവർ ആ പ്രദേശം മൊത്തം കൈയടക്കിയാലും പക്ഷെ കുറേ കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്ന പറയുന്നത്, അവരുടെ സ്പീഷീസ് റിച്ച്നെസ് ഒരു ലെവലിനപ്പുറം അത് കൂടത്തില്ല എന്നാണ് അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് പറയുന്നത്. ഇനി ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് ടാക്സ ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ ഇത് അനലൈസ് ചെയ്യാൻ, അതായത് സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും തമ്മിലുള്ള ബന്ധം അനലൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു ഗ്രാഫ് കൊണ്ടുവന്നു. ഈ ഗ്രാഫ് ഒരു വൈഡ് വെറൈറ്റി ഓഫ് ടാക്സ, ഒരു പ്രത്യേകതരം ജീവിയുടെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീവിയുടെ സ്പീഷീസ് റിച്ച്നെസ് കാണിക്കാൻ വേണ്ടി അദ്ദേഹം വൈ ആക്സിസിലെ സ്പീഷീസ് റിച്ച്നെസ്സും എക്സ് ആക്സിസിൽ ഏരിയയും കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ടാക്കി. അപ്പോൾ ആ ഗ്രാഫിൽ ഓരോ പർട്ടിക്കുലർ ഏരിയ, ഇത്ര സ്ക്വയർ മീറ്റർ, ഇത്ര ഏരിയയിൽ എത്രത്തോളം സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നു എന്നുള്ളത് അദ്ദേഹം അത് ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരു ഏരിയയിൽ കുറേ ജീവികളെ കൊണ്ടുവിട്ടപ്പോൾ അവരുടെ സ്പീഷീസ് റിച്ച്നെസ് കൂടി വരുന്നതായിട്ട് കാണുകയും ഒരു ലിമിറ്റിനപ്പുറം പിന്നെ അത് കൂടുന്നില്ല, പിന്നെ അതൊരു ഏകദേശം ഈ കർവ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സ്പീഷീസ് റിച്ച്നെസ് ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് ആദ്യം നല്ല സ്റ്റീപ്പായിട്ട് കൂടുന്നു, പക്ഷെ ഒരു ലിമിറ്റിനപ്പുറം പിന്നെയും മുകളിലോട്ട് സ്റ്റീപ്പറായിട്ട് പോകുന്നില്ല. അതിന് പകരം അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ വളഞ്ഞു പോകുന്നു. അപ്പം അങ്ങനെ വളഞ്ഞു പോകുമ്പോൾ ഈ ഗ്രാഫ് എന്താ പോലെ ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്, ഒരു ഹൈപ്പർബോള പോലെ ഇരിക്കും. ഹൈപ്പർബോള നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കും മാത്സിൽ അല്ലേ, ഇങ്ങനെ താഴേക്കും ഇങ്ങനെ വരുന്ന ഒരു ഇത്. അപ്പം നമ്മളിപ്പം ഈ ഹൈപ്പർബോളയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, ഹൈപ്പർബോള ഒരിക്കലും ഈ വൈ ആക്സിസിന് പാരലായിട്ട് വരത്തില്ല അല്ലേ. ഇപ്പോൾ ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടി വന്നിട്ട് അത് എവിടെയെങ്കിലും ഇൻഫിനിറ്റിയിലായാലും അതെന്തായി മാറുന്നുണ്ട്, ഇങ്ങനെ വളഞ്ഞങ്ങ് പോകും. ഒരിക്കലും ഹൈപ്പർബോള വൈ ആക്സിസിന് പാരലൽ ആവത്തില്ല എന്ന് നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഗ്രാഫ് അനുസരിച്ച്, അതേപോലുള്ളൊരു ഗ്രാഫ് അനുസരിച്ചാണ് ഇങ്ങനെ കിട്ടുന്ന ഗ്രാഫിനെ അദ്ദേഹം വിളിച്ചത് റെക്ടാങ്കുലർ ഹൈപ്പർബോള. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അനുസരിച്ചാണ് അദ്ദേഹം പറഞ്ഞ് ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോള പോലെയാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് ടാക്സ മീൻസ് എ സ്പീഷീസ് അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പം അദ്ദേഹം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. അതായത് സ്പീഷീസ് റിച്ച്നെസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ S=CA⁻Z എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോണം. അപ്പോൾ ആ ഇക്വേഷനിൽ എന്താണ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ S=CA⁻Z എന്നാണ്. എസ് എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ്. അപ്പോൾ നമ്മൾ താഴേക്ക് അതിൻ്റെ ഫുൾ എന്താണ് എസ്, എന്താണ് എ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴോട്ട് എഴുതിയിരിക്കണം. അപ്പോൾ സ്പീഷീസ് റിച്ച്നെസ് ആണ്. ഇനി അടുത്ത എന്താണ്, സി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ആ ഇക്വേഷൻ പറഞ്ഞ S=CA⁻Z, where S is the species richness and A means area. A നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്ത ഏരിയ ആണ്. ഇനി സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ്. വൈ ഇൻ്റർസെപ്റ്റ് നിങ്ങൾക്കറിയാം. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഈ വൈ ആക്സസിലെ
ഈ ഏരിയ വന്ന് കട്ട് ചെയ്യുന്ന ഭാഗം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ പറയുന്നു ഒരു 10 സ്ക്വയർ മീറ്റർ ഏരിയയിൽ എത്ര സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു റീഡിങ്, വൈ ആക്സിസിലെ റീഡിങ്ങിനെയാണ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രയാണ് അതിൻ്റെ വൈ ആക്സിസിലെ റീഡിങ്, അതിനെയാണ് സി എന്ന് പറയുന്നത്. സി ഈക്വൽ വൈ ഇൻ്റർസെപ്റ്റ്. ഇനി ഇസഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ, അതായത് നമ്മളിവിടെ ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെയാണ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ എങ്ങനെ എഴുതും? എസ് ഇസ് ഈക്വൽ ടു സി എ റേസ് ടു ഇസഡ്. അതിൽ എസ് ഈക്വൽ ടു സ്പീഷീസ് റിച്ച്നെസ്, എ ഈസ് ഏരിയ ആൻഡ് സി ഈസ് ദ വൈ ഇൻ്റർസെപ്റ്റ് ആൻഡ് ഇസഡ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. അല്ലെങ്കിൽ അതിനെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ് നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്. നമുക്കിവിടെ മാത്സ് ഒന്നും വേണ്ട, നമ്മൾ ആകെ ഈ ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ അകത്തെ ഓരോന്നും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ഇനി ഈ ഇക്വേഷനെ നമുക്ക് ലോഗരിതമിക് ഫോമിൽ എഴുതി നോക്കാം, അല്ലേ? ഈ ഇക്വേഷനെ നമ്മൾ ലോഗരിതമിക് ഫോമിൽ നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്നുണ്ട്, അല്ലേ? ലോഗ് എസ് ഈക്വൽ ലോഗ് സി പ്ലസ് എ റേസ് ടു ഇസഡ് എങ്ങനെ എഴുതും? ഇസഡ് ലോഗ് എ എന്ന രീതിയിൽ എഴുതും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നു? എസ് ഇസ് ഈക്വൽ ടു സി എ റേസ് ടു ഇസഡ് എന്നുള്ളത് ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ എന്ന രീതിയിൽ എഴുതുന്നു. അപ്പോൾ നമുക്ക് ഈ ലോഗരിതമിക് ഫോമിൽ ഇത് എഴുതിയിട്ട് ഈ റീഡിങ് കൊടുത്ത് നമ്മൾ ഈ ഗ്രാഫിക് കൊടുത്താൽ നമുക്കൊരു എപ്പോഴും ലോഗരിതമിക് ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ കർവ് അല്ല കിട്ടുന്നത്, പകരം എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ലോഗരിതമിക് ഫോമിലും സ്പീഷീസ് റിച്ച്നെസ് കണ്ടുപിടിക്കാമെന്നാണ് അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് പറയുന്നത്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു ഗ്രാഫ് വെച്ച് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ഹൂ പ്രൊപ്പോസ് ദ തിയറി എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് പറഞ്ഞ കാര്യം പറയാം, അല്ലേ? സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ദ എക്സ്പ്ലോർഡ് ഏരിയ ബട്ട് അപ് ടു ദ ലിമിറ്റ് എന്നുള്ളതാണ് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്ന സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഇനി ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ്റേത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഗ്രാഫ് തരും നിങ്ങൾക്ക്, എന്നിട്ട് ഈ ഇക്വേഷൻ ചോദിക്കും എസ് ഇസ് ഇക്വൽ ടു സി എ റേസ് ടു ഇസഡ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഇത്ര മാത്രം എഴുതി വെച്ചാൽ മതി. എസ് എന്താണെന്നും എ എന്താണെന്നും സി എന്താണെന്നും ഇസഡ് എന്നാണ്. ഇനി ഈ ഇസഡിനെ ബേസ് ചെയ്താണ് നമ്മൾ ഓരോ ജീവികളിലും എത്രത്തോളം ഒരു ഏരിയയിൽ എത്രത്തോളം സ്പീഷീസ് റിച്ച്നെസ് ഉണ്ടെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടുത്തെ സ്ലോപ്പ് അനുസരിച്ചാണ്. ഈ സ്ലോപ്പ് അനുസരിച്ച്, ഇത് ചരിവനുസരിച്ച് ഇതിപ്പോൾ സ്റ്റീപ്പർ ആകുമ്പോൾ സ്പീഷീസ് റിച്ച്നെസ് ഇസ് ഹൈ, അല്ലേ? ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ട് കുറഞ്ഞു വരികയാണെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് കുറവാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ജനറലി ഫോർ എ സ്മോൾ ഏരിയ ദ ഇസഡ് വാല്യൂ ഈസ് 0.1 to 0.2. ഇപ്പം നമ്മളൊരു പ്രദേശത്തെ പറയാം, ഒരു ചെറിയ ഏരിയയിലുള്ള സ്പീഷീസ് റിച്ച്നെസ്. ഇപ്പം നമ്മൾ തട്ട ഭാഗത്തെ എടുക്കുക, തട്ടയിലുള്ള സ്പീഷീസ് റിച്ച്നെസ്. തട്ട എന്ന് പറയുന്നത് നമുക്കറിയാം ജൈവ വൈവിധ്യം നിറഞ്ഞ ഒരു സ്ഥലമാണ്, അല്ലേ? ഇഷ്ടംപോലെ കാവുകളും കുളങ്ങളും ഒക്കെയുള്ള ഭാഗമാണ്. അവിടെയൊക്കെ പല തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഏരിയ, അല്ലെ ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഏരിയ, അങ്ങനെ ചെറിയ ചെറിയ ഏരിയാസിൽ പറയുമ്പോൾ ദ ഇസഡ് വാല്യൂ റേഞ്ചസ് ഫ്രം 0.1 to 0.2. ഈ സ്ലോപ്പ് എപ്പോഴും എങ്ങനെയായിരിക്കും? 0.1 തൊട്ട് 0.2 ആയിരിക്കും. ബട്ട് ഫോർ എ ലാർജ് ഏരിയ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻറ്റയർ കോണ്ടിനെൻ്റ് പറയുക, ഇപ്പോൾ ഒരു കോണ്ടിനെൻ്റ് ഏഷ്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ ഉള്ള ഒരു കോണ്ടിനെൻ്റൽ ഏരിയയാണ് പറയുന്നതെങ്കിൽ അവിടുത്തെ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ അവിടുത്തെ സ്പീഷീസ് റിച്ചിനെ കുറിച്ച് നമ്മൾ പറയാം. ഒരു വലിയ ഏരിയയെ കുറിച്ച് പറയുമ്പോൾ ദ ഇസഡ് വാല്യൂ റേഞ്ചസ് ഫ്രം 0.6 to 1.2. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കുക. ചെറിയ ഏരിയാസിൽ ദ ഇസഡ് വാല്യൂ റേഞ്ചസ് ഫ്രം 0.1 to 0.2. ബട്ട് ഫോർ എ ലാർജ് ഏരിയ ലൈക്ക് എ കോണ്ടിനെൻറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് സ്റ്റീപ്പർ. കുറച്ചുകൂടി സ്റ്റീപ്പാണ്, കുത്തനെയായിരിക്കും, ഇതിങ്ങനെ പോയിട്ടായിരിക്കും വളഞ്ഞു വരുന്നത്. അല്ലാതെ ഇത്രയും വളവ് അവിടെ കാണത്തില്ല വലിയ ഏരിയ ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കുക. 0.6 തൊട്ട് 1.2 വരെ അതിൻ്റെ വാല്യൂ വരാറുള്ളൂ. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞേക്കുന്നത് ഇവിടെ, ഫോർ ഫ്യൂജിഫറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്. പല കോണ്ടിനെൻറ്റിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലുള്ള നമ്മളൊരു വലിയ കുറേയേറെ സ്ഥലങ്ങളുള്ള ഒരു ഭാഗത്ത്, അതായത് പലതരം കോണ്ടിനെൻറ്റുകളിലുള്ള
ഫ്യൂജിഫറസ് ബേർഡ്സ്, അതായത് പഴങ്ങൾ കഴിക്കുന്ന ബേർഡ്സിൻ്റെയും മാമൽസിൻ്റെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ അവരുടെ സ്പീഷീസ് റിച്ച്നെസ് നോക്കിയാൽ അത് എത്രത്തോളം അതിൻ്റെ വാല്യൂ കൂടിയിരിക്കും എന്നാണ് പറയുന്നത്. 1.15 വരെയൊക്കെ കൂടും. നോക്കി, ഇവിടെ ലാർജർ ഏരിയയിൽ 0.6 to 1.2 വരുന്നുള്ളൂ, പക്ഷേ ഇവിടെ 1.15 വരെയൊക്കെ ഇത് കൂടാം. കാരണം ഏറ്റവും കൂടുതൽ കാണുന്നത് സ്പീഷീസ് റിച്ച്നെസ് കാണുന്ന ഭാഗം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രോപ്പിക്കൽ റീജിയൻസ് ആണ്. ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഈക്വേറ്ററിനും അതിനോട് അടുപ്പിച്ച ഭാഗങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ് ഉള്ളത്. അതിൻ്റെ വാല്യൂ എപ്പോഴും 1.15 വരെ ആകാം എന്നാണ് പറയുന്നത്. ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോട്ട് എഴുതി ഈ ക്വസ്റ്റനും കൂടെ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഈ റീഡിങ്സ് ഒക്കെ നമ്മളൊന്ന് നോക്കിയും വെച്ചിരുന്നാൽ മതി. അതേ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനൊന്നും ചോദിക്കത്തില്ല. അലക്സാണ്ടർ വോൺ ഹാംബോൾട്ടിൻ്റെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് ചോദിക്കും. ഈ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കും. ആ ഇക്വേഷൻ്റെ എസ് എന്താണ്, സി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ്. ഇത് വേറൊരു തരത്തിലെ ഹൈപ്പോത്തസിസ്, ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്ന ആളാണ് ഇദ്ദേഹം, ഈ പടത്തിൽ കാണുന്ന ആള്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്ന ആള് he was an ecologist in Stanford ecologist called Paul Ehrlich. ഇദ്ദേഹത്തിൻ്റെ പേര് മറക്കല്ല. സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്കോളജിസ്റ്റ് ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേരാണ് പോൾ എർലിച്ച്. ഇദ്ദേഹമാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. അപ്പം ഇവിടെ എന്താണ് ഈ ഹൈപ്പോത്തസിസ് പറയുന്നതെന്ന് നോക്കാം. സർവൈവൽ ഓഫ് ഈച്ച് ആൻഡ് എവറി സ്പീഷീസ് ഓൺ ദ എർത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദ അതർ സ്പീഷീസ്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അവരുടെ സർവൈവൽ, അവരുടെ നിലനിൽപ്പ് മറ്റ് ജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് അല്ലേ. ഒരു ജീവി മറ്റൊരു ജീവിയുമായിട്ട് ഇന്റർ റിലേറ്റഡ് ആണ്. നമുക്ക് ഫുഡ് വെബും ഫുഡ് ചെയിനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സർവൈവൽ ഓഫ് ഈച്ച് ആൻഡ് എവറി സ്പീഷീസ് ഓൺ ദ എർത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് അതർ സ്പീഷീസ്. ലോകത്തുള്ള മറ്റ് സ്പീഷീസിനും അത് അവരുടെ സർവൈവലിനും അത് ഇമ്പോർട്ടൻ്റ്. One might think what will happen if one species of tree frog of Western Ghats become extinct. നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. വെസ്റ്റേൺ ഘാട്ടിൽ ഏതെങ്കിലും ഒരു ജീവി ഇല്ലാതായാൽ, അല്ലെങ്കിൽ ഒരു ട്രീ ഫ്രോഗ് ഇല്ലാതായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, ഈ പ്രകൃതിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ the answer for this question can be well explained with റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. അപ്പോൾ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഒരു ജീവി നഷ്ടപ്പെടുകയാണ് അല്ലേ. നമ്മളിപ്പോൾ പറയുക, ഒരു വെസ്റ്റേൺ ഘാട്ടിൽ പശ്ചിമഘട്ടത്തിൽ കുറേ ജീവികളുണ്ട് അല്ലേ. അതിലെ ഒരു ട്രീ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ജീവിയെ ഇല്ലാതായാൽ ആ വെസ്റ്റേൺ ഘാട്ടിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല എന്ന് നമ്മൾ പറയും അല്ലേ. പക്ഷെ ഉണ്ട്. ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള റോള് ഈ പ്രകൃതിയിൽ ഉണ്ടെന്നുള്ളതിനെ കാണിക്കാനാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ആര് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? പോൾ എർലിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. എർലിച്ച് കമ്പയർഡ് ദ എക്കോസിസ്റ്റം ടു ആൻ എയ്റോപ്ലെയിൻ. എർലിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്കോസിസ്റ്റത്തിനെ അദ്ദേഹം ആരായിട്ട് കമ്പയർ ചെയ്തു? ആസ് ആൻ എയ്റോപ്ലെയിൻ. ഒരു എയ്റോപ്ലെയിനെ പോലെയാണ് കമ്പയർ ചെയ്തത്. In an aeroplane, all parts are joined together using thousands of rivets. നമുക്കറിയാം, ഒരു എയ്റോപ്ലെയിൻ ആയാലും ഒരു വാഹനമായാലും ഏതൊരു വാഹനമായാലും നമുക്കറിയാം അതിൻ്റെ പലതരം ആയിരക്കണക്കിന് പാർട്സ് കാണാം അല്ലേ. അതിന് ഓരോ ഭാഗം, ഇപ്പോൾ ഒരു ബസ്സാണെങ്കിൽ പോലും നമുക്കറിയാം എത്ര ഭാഗങ്ങൾ കൂട്ടിച്ചേർന്നാണ് ഒരു വാഹനം ഉണ്ടാകുന്നത് അല്ലേ. അതേപോലെയാണ് നമ്മുടെ എയ്റോപ്ലെയിൻ ആയാലും. അപ്പോൾ ആ എയ്റോപ്ലെയിനുകളിലെല്ലാം ഓരോ ഭാഗങ്ങളും നട്ടും സ്ക്രൂവും ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നട്ടും ബോൾട്ടും ഒക്കെ ഉപയോഗിച്ച് ഇതെല്ലാം സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. മുറുക്കി അതിൻ്റെ വിങ്സും അതിൻ്റെ പിന്നെ ഭാഗങ്ങളെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു എയ്റോപ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പം ഇതേപോലെയാണ് ഒരു എക്കോസിസ്റ്റം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലുള്ള നട്ടും ബോൾട്ടും പോലെയാണ്, അല്ലെ നട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആണികളെ പോലെയാണ് ഒരു എക്കോസിസ്റ്റത്തിലെ ഓരോ ജീവികളും എന്നാണ് എർലിച്ച് പറയുന്നത്. റിവറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നട്ടും ബോൾട്ടിൻ്റെ അകത്ത് ആ നട്ട് തിരിച്ചെടുത്തില്ലേ, ബോൾട്ടും നമ്മൾ കയറ്റിയെടുത്തില്ലേ, അതേപോലെയുള്ള
സാധനങ്ങളെയാണ് റിവറ്റ്സ് എന്ന് പറയുന്നത്. ആർ കമ്പയർഡ് ടു എ സ്പീഷീസ് ഓഫ് ദ എക്കോസിസ്റ്റം. അപ്പോൾ ഇതിലെ ഓരോ നട്ടും ബോൾട്ടും എന്തുപോലെ ഇരിക്കുന്നെന്നാണ് പറയുന്നത്, ഓരോ ഒരു എക്കോസിസ്റ്റത്തിലെ ഓരോ സ്പീഷീസും ആണെന്നാണ് എർലിച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഹി കമ്പയർഡ് എക്കോസിസ്റ്റം ടു എ എയ്റോപ്ലെയിൻ. In if every passenger traveling in it start to popping a rivet to take home, it may not affect the flight safety initially. അതായത് ഇപ്പം നമ്മളൊരു വിമാനത്തിൽ കയറിയിരിക്കുന്ന ഓരോ യാത്രക്കാരും ഈ ഓരോ നട്ടും ബോൾട്ടും ഇളക്കി അല്ലെങ്കിൽ ഊരി അവർ എന്ത് ചെയ്യുക, അത് മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ പോകുക എന്ന് വിചാരിക്കുക. ഓരോ പാസഞ്ചേഴ്സ് ഓരോ നട്ട് ഇളക്കിക്കൊണ്ട് അവർ വീട്ടിൽ പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ ഊരിക്കളയുക ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഈ യാത്രക്കാർ, ഇതിലിരിക്കുന്ന യാത്രക്കാർ ഓരോ നട്ടിനെയും ഊരിക്കളഞ്ഞാൽ എന്ത് പറ്റും? കോസിങ് എ സ്പീഷീസ്. ഇപ്പം നമ്മളൊരു എക്കോസിസ്റ്റത്തിൻ്റെ അകത്തെ 1-2 നട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് 1-2 റിവറ്റ്സിനെ നമ്മൾ ആരുമായിട്ട് ഉപമിച്ച് വെച്ചേക്കാണ്? ജീവികളുമായിട്ട്, അല്ലേ? അതേപോലെ ഇതിൻ്റെ അകത്തുനിന്ന് 1-2 ജീവികൾ നഷ്ടപ്പെടുന്ന പോലെ ഒരു എയ്റോപ്ലെയിനിലെ റിവറ്റുകൾ ഓരോ ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലേ? ഊരിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് മേ നോട്ട് അഫക്റ്റ് ദ ഫ്ലൈറ്റ്, അല്ലേ? ഓരോരുത്തർ ഈ കസേരയിലെയും അതവരുടെ മുന്നിലുള്ള ഉപകരണങ്ങളുടെയൊക്കെ ഓരോ നട്ട് ഊരിക്കൊണ്ട് പോയെന്ന് വെച്ച് പ്ലെയിനിൻ്റെ യാത്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരിക്കലുമില്ല. അതേപോലെയാണ് ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് 1-2 ജീവികളെയൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ആയി പോയാൽ ഒന്നും ആ എക്കോസിസ്റ്റത്തിനെ ആദ്യം ഒന്നും എഫക്റ്റ് ചെയ്യാറില്ല. ആസ് മോർ ആൻഡ് മോർ റിവറ്റ്സ് ആർ റിമൂവ്ഡ്. അപ്പോൾ ഓരോ യാത്രക്കാരും എല്ലാത്തേലും ഇപ്പോൾ 1-2 പേര് ഊരുന്ന പോലെ ആണോ എല്ലാവരും ഊരാൻ തുടങ്ങിയാൽ? ഊരിക്കൊണ്ട് പോയാൽ എന്ത് സംഭവിക്കും? ഈ കസേരകളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നിടത്ത് ഇരിക്കുമോ? ഇല്ല. ദ പ്ലെയിൻസ് ബിക്കം ഡേഞ്ചറസ്ലി വീക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറേ നാൾ കഴിയുമ്പോൾ ഈ കസേരകളൊക്കെ അനങ്ങുന്നു, അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതിനെല്ലാം ഒരു ചലനം ഉണ്ടാകുന്നു, അല്ലേ? അതേപോലെയാണ് ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് കുറേ ജീവികൾ നഷ്ടപ്പെടുമ്പോൾ ആ എക്കോസിസ്റ്റത്തിനെ ചെറിയ രീതിയിലൊക്കെ ഡേഞ്ചറസ് ആയിട്ട് ചിലപ്പം അതിനെ അഫക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഫർദർ മോർ വിച്ച് rivet is removed from also be critical. Removed may also be critical, or loss of rivet on the wings, അല്ലേ, is obviously a more serious threat to flight safety than loss of few rivets on the seats or windows inside the plane. അപ്പോൾ ഈ പ്ലെയിനിൻ്റെ ഉള്ളിലിരിക്കുന്ന റിവറ്റുകൾ ഊരിയത്, അതായത് നട്ടും ബോൾട്ട് ഊരിയെന്ന് വെച്ച് വലിയ കുഴപ്പം വരത്തില്ല, അല്ലേ? പക്ഷേ വേറൊരു വേന്ദ്രൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വിങ്സയിലെ നട്ടും ബോൾട്ടും അങ്ങോട്ട് ഊരാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കീ പൊസിഷനിലുള്ള നട്ടുകളെല്ലാം ഊരിയാൽ ആ വിമാനത്തിൻ്റെ പറക്കലിനെ അത് ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കും. അതേപോലെ തന്നെയാണ് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ പല കീ സ്പീഷീസുകളുണ്ട്. ആ ഇക്കോസിസ്റ്റം നിലനിർത്തുന്ന പർട്ടിക്കുലർ സ്പീഷീസുകളുണ്ട്. ആ പർട്ടിക്കുലർ സ്പീഷീസുകൾ എൻഡേഞ്ചേർഡ് ആവുക, അല്ലെ ആ സ്പീഷീസ് ഇല്ലാതായാൽ ആ ഇക്കോസിസ്റ്റം മൊത്തത്തിൽ നശിച്ചു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫർദർ മോർ which rivet is removed may also be critical. Loss of rivets on the wings, the key species that drives major ecosystem function, is obviously a more serious threat to flight safety than loss of a few rivets on the seats or windows inside the plane. പ്ലെയിനിൻ്റെ ഉള്ളിലെ റിവറ്റുകൾ ഊരുന്ന പോലെ അല്ല അതിൻ്റെ പുറത്തുള്ള, അതായത് അതിൻ്റെ എൻജിനുള്ള റിവറ്റുകൾ ഊരുവോ അല്ലെങ്കിൽ വിങ്സിലുള്ള റിവറ്റുകൾ ഊരിയാൽ ഈ വിമാനത്തിൻ്റെ പറക്കലിനെ അത് ബാധിക്കുകയും വിമാന അപകടങ്ങൾ ഉണ്ടാകാനും ആ എക്കോസിസ്റ്റം, ഇതിപ്പോൾ നമ്മളൊരു എക്കോസിസ്റ്റമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് എയ്റോപ്ലെയിൻ, ഇല്ലേ? അപ്പോൾ അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള സ്പീഷീസിനെ എഫക്റ്റ് ചെയ്താൽ, അല്ലെ റിവറ്റിനെ എഫക്റ്റ് ചെയ്താൽ ആ എക്കോസിസ്റ്റം മൊത്തത്തിൽ പോകും, അല്ലെ ഈ എയ്റോപ്ലെയിൻ മൊത്തത്തിൽ ഡേഞ്ചറസ് ആകും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ കമ്പയർ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റത്തിനെ ഇതുമായിട്ടാണ് ഒരു എയ്റോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ 1-2 സ്പീഷീസ് നഷ്ടപ്പെട്ടാലൊന്നും ഒരു എക്കോസിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അത് ക്രമേണ കൂടി വരുമ്പോൾ, അല്ലെ അതിൻ്റെ കീ സ്പീഷീസിനെ അത് എക്സ്റ്റെൻഡ് ആവുമ്പോഴാണ് ആ ഒരു ഫുൾ എക്കോസിസ്റ്റത്തിനെ അത് അഫക്റ്റ് ചെയ്യുകയും ആ എക്കോസിസ്റ്റം ഇല്ലാതായി പോവുകയും ചെയ്യുന്നതെന്നാണ്
എർലിച്ച് എന്ന് പറയുന്ന പോൾ എർലിച്ച് എന്ന് പറയുന്ന ആള് ഈ ഹൈപ്പോത്തസിസ് പറഞ്ഞിരിക്കുന്നത്. അതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. ചിലപ്പോൾ നിങ്ങളോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ഓൺലി റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ആര് കൊണ്ടുവന്നതാണെന്ന് മാത്രം ചോദിക്കും. അവിടെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്കോസിസ്റ്റത്തിനെ എയ്റോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്തു എന്നുള്ളതാണ്. അതന്നെയാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടം എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. ദ extinction species and consequent loss of biodiversity are due to mainly 4 major reasons. അവിടെ 4 റീസൺസ് കൊണ്ടാണ് സ്പീഷീസ് എക്സ്റ്റിൻഷനും കോൺസിക്വൻറ്റ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നടക്കുന്നതെന്നാണ് പറയുന്നത്. They are known by the sorbicid, the evil cortlet. സോർബിക്കിറ്റ് എന്ന് പറഞ്ഞാൽ അപരനാമത്തിൽ ഈ 4 മേജർ കോസുകളെയാണ് അല്ലേ, കാരണങ്ങളെയാണ്, റീസൺസ്. ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടമുണ്ടാകാനുള്ള 4 കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 4 കാരണങ്ങളെ നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈവിൾ കോർട്ട്ലെറ്റ്. കോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇല്ലേ? ഈവിൾ തിന്മ, 4 തിന്മകൾ ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലൊന്ന് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, പിന്നെ എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആൻഡ് കോ എക്സ്റ്റൻഷൻ. ഈ 4 ടേംസ് നിങ്ങൾ പഠിച്ചിരുന്നതാണ്. എന്തൊക്കെ? ചിലപ്പം ടേംസ് മാത്രമായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓരോന്നായിട്ട് പറയാം. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആൻഡ് കോ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. എന്താണ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ആവാസസ്ഥലം ഇല്ലേ? ആവാസസ്ഥലം നഷ്ടപ്പെടുക, ജീവജാലങ്ങൾക്ക് അവർ ജീവിക്കുന്ന സ്ഥലം ഇല്ലാതായി പോവുക. ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, അവർ സുഖമായിട്ട് ജീവിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം വെട്ടി കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ്, പ്ലവിങ് എ ഗ്രാസ് ലാൻഡ്, ഫില്ലിങ് എ വെറ്റ് ലാൻഡ് ഓർ ബേണിങ് എ ഫോറസ്റ്റ്. ഇതെല്ലാം കൊണ്ടാണ് ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാകുന്നത്. ഹാബിറ്റാറ്റ് ആവാസസ്ഥലം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാന കാരണമാണ് നമുക്കറിയാം മരങ്ങൾ വെട്ടുക എന്നുള്ളത് അല്ലേ? മരങ്ങളിൽ ധാരാളം ജീവജാലങ്ങൾ നമുക്കറിയാം, പക്ഷികളായാലും അല്ലേ, പിന്നെ ആർബോറിയൽ ആളുകൾ, അതായത് കുരങ്ങ്, അണ്ണാന്, ഇങ്ങനെയുള്ള സർവ്വജീവികളും കാണുന്നത് മരങ്ങളിലാണ്. അപ്പോൾ ഒരു മരം വെട്ടുന്നതോടുകൂടി ആ ജീവികളുടെ ആവാസസ്ഥലം നഷ്ടപ്പെടുകയാണ്. അതുപോലെ ഗ്രാസ് ലാൻഡ് ഏരിയാസ് ഉഴുതുമറിക്കുക അല്ലേ? നമ്മൾ കൃഷിക്ക് വേണ്ടി ഗ്രാസ് കയറി കിടക്കുന്ന ഏരിയാസൊക്കെ കിളച്ചിടുക. അപ്പോൾ ആ ഗ്രാസ് ലാൻഡിൽ ജീവിച്ചിരുന്ന ജീവികളെ എല്ലാം അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ ഫില്ലിങ് എ വെറ്റ് ലാൻഡ് ഓർ ബേണിങ് എ ഫോറസ്റ്റ്. നമുക്കറിയാം വെറ്റ് ലാൻഡുകളെല്ലാം അല്ലേ, പിന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടം പോലുള്ള സ്ഥലങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുക. വെറ്റ് ലാൻഡ് ഏരിയാസ് എല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്നത് കൊണ്ട് ആ വെറ്റ് ലാൻഡിലുണ്ടായിരുന്ന ആ ചതുപ്പ് നിലങ്ങളിലും വെള്ളത്തിലും ഒക്കെ ഇഷ്ടം പോലെ ജീവികളുണ്ട്. അവർക്കെല്ലാം ജീവിക്കാനൊരു സ്ഥലം ഇല്ലാതായി പോകും. അതുപോലെ നമുക്കറിയാം, നമുക്ക് നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ബേണിങ് എ ഫോറസ്റ്റ് അല്ലേ? മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് കൂടുതലും ശ്രദ്ധ കൊണ്ട് തീയിടുകയും അല്ലേ? അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇടണമെന്നില്ല ഇല്ലേ? അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ചിലപ്പം അവരെന്തെങ്കിലും പാചകം ചെയ്തതോ അല്ലെങ്കിൽ ബീഡിയോ സിഗരറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കാട്ടുതീ ഉണ്ടാകുന്നത്. ഒരു കാട്ടുതീ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള കാടുകൾ നശിച്ചു പോകുന്നുണ്ട്. അവിടെയുള്ള മണ്ണിലുള്ള ജീവികൾ, മരങ്ങളിലുള്ള ജീവികൾ, കാട്ടുപ്രദേശങ്ങളിലുള്ള പല ജീവികളെല്ലാം ആ തീയിൽ വെന്തൊടുങ്ങാറുണ്ട് അല്ലേ? ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഈ അടുത്ത കാലത്ത് വലിയ തീപിടുത്തം ഉണ്ടായി അനേകം ജീവജാലങ്ങൾ ചത്തുപോയതൊക്കെ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? Once the forest covered with 14% of the earth land, now it covers only 6%. പണ്ട് ഭൂമിയുടെ 14% ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളായിരുന്നു. ഇപ്പോഴോ അത് 6% ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ എന്ത് പറ്റിക്കാണ് ഈ 6 എന്നുള്ളത് വീണ്ടും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ
റെയിൻ ഫോറസ്റ്റുകളെല്ലാം ഇല്ലാതായി. ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ലങ്സ് ഓഫ് പ്ലാനറ്റ് എന്നാണ് അതിന് പറയുന്നത്. ലങ്സ് ഓഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്ത് പിന്നെ ഏകദേശം 40% ഫ്രഷ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അതൊക്കെയാണ് കത്തി നശിച്ചു പോയിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ അതാണ് ഇവിടെ പറയുന്നത്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ദ ലങ്സ് ഓഫ് പ്ലാനറ്റ്, harboring millions of species, is being cut off for cultivation of soya bean or for the conversion to grassland for raising beef cattle. അല്ലേ? ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇപ്പോഴാണ് തീ പിടിച്ചത് അല്ലേ? അതിന് മുമ്പ് എങ്ങനെയാണ് അവിടെ കൾട്ടിവേഷന് വേണ്ടി സോയാബീൻ പോലുള്ള കാര്യങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ ഗ്രാസ് ലാൻഡ്, ഇപ്പം കന്നുകാലികളെയൊക്കെ വളർത്താൻ വേണ്ടി പിന്നെ ഗ്രാസ് ലാൻഡുകൾ ഉണ്ടാക്കുമായിരുന്നു അല്ലേ? പുല്ലുകൾ അല്ലേ? പശുവിനും മറ്റ് കന്നുകാലികൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഗ്രാസ് വളർത്തുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾ വെട്ടി നശിപ്പിച്ച് അത് പല കൾട്ടിവേഷന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചത് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഫോറസ്റ്റ്, ദറ്റ് ഈസ് ദ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് due to the human activities also led to the disappearance of many species. നമുക്കറിയാലോ, കാടിനോട് അടുത്ത് കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ചേക്കേറി അവരെന്ത് ചെയ്യുന്നു? കാടെല്ലാം വെട്ടി നശിപ്പിച്ച് കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ? അല്ലെ പാർപ്പിടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കുന്നു അല്ലേ? റിസോർട്ടുകൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ പ്രദേശത്ത് അവരുടെ ആവാസ സ്ഥലമെല്ലാം അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലേ? പലതരം ജീവജാലങ്ങൾ വലിയ ബഹളങ്ങളില്ലാതെ സൈലൻ്റായിട്ട് ജീവിക്കുന്ന ജീവികൾക്കെല്ലാം ഈ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് അവരുടെ ആവാസ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, കൃഷിയിടങ്ങളായിട്ട് മാറ്റുന്നു. അവിടെ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങനെ പല ജീവികളും പലായനം ചെയ്ത് അല്ലെ ഇല്ലാതായിട്ട് പോകാറുണ്ട്. രണ്ടാമത്തെ കാരണമാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം അല്ലേ? അമിതമായിട്ടുള്ള മനുഷ്യൻ്റെ ചൂഷണത്തിനെ ആണ് നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. Humans have always depended on the nature for food and shelter, but when need turns to greed, it leads to over exploitation of natural resources. നമുക്കറിയാം, മനുഷ്യന് വേറെ എങ്ങും പോകാനില്ല. മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രകൃതിയാണ്. ഫുഡിനും ഷെൽട്ടറിനും ഒക്കെ വേണ്ടി നമ്മൾ, ആഹാരത്തിനും പാർപ്പിടങ്ങൾക്കും ഒക്കെ വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രകൃതിയെ ആശ്രയിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ മാറി നമ്മൾ അത്യാർത്തിയോടുകൂടി ആണ് അല്ലേ? നീഡ് ടേൺസ് ടു ഗ്രീഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? കൂടുതൽ വെട്ടി സമ്പാദിക്കണം എന്നുള്ള നീഡ് മാറിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആവശ്യമില്ലാതെ നമുക്ക് കയ്യേറാൻ വേണ്ടി നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. ഇറ്റ് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ. പ്രകൃതിയെ അത് ചൂഷണം ചെയ്യുകയാണ്. ഓവറായിട്ട് ചൂഷണം ചെയ്യുമ്പോഴാണ് പ്രകൃതിക്ക് അത് ദോഷമായിട്ട് വരുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. പ്രകൃതി നമുക്കറിയാലോ, ഫുഡിന് വേണ്ടിയൊക്കെ മൃഗങ്ങളെ വേട്ടയാടാറുണ്ട് അല്ലേ? അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് പാസഞ്ചർ പീജിയൻസ് എന്നും സ്റ്റെല്ലാർ സീ കൗ എന്ന് പറയുന്ന 2 ജീവികൾ എക്സ്റ്റിൻ്റ് ആയി പോയെന്നാണ് പറയുന്നത്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട്, മനുഷ്യൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് ഇല്ലാതായി പോയ 2 ജീവികൾക്ക് ഉദാഹരണമാണ് ഈ പാസഞ്ചർ പീജിയൻസും സ്റ്റെല്ലാർ സീ കൗ എന്ന് പറയുന്നത്. ഇതൊരു കടൽ പശു എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ആ ജീവി ഇപ്പോൾ എക്സ്റ്റിൻ്റ് ആയിപ്പോയി. ഇത് കൂടുതലും മാംസത്തിന് വേണ്ടി ആളുകൾ ഇതിനെ പിടിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവ വംശനാശനം നേരിട്ട ഒരു ജീവിയാണ്. അതുപോലെ തന്നെയാണ് ഈ പാസഞ്ചർ പീജിയൻ, പ്രാവിനെ നശിപ്പിച്ച് അത് എക്സ്റ്റിൻ്റ് ആയിട്ട് പോയിട്ടുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ 2 ജീവികൾ. മൂന്നാമത്തെ പോയിന്റാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു എക്കോസിസ്റ്റത്തിൽ പുറത്തുനിന്ന് വന്ന ഒരു സ്പീഷീസ്, ആ സ്പീഷീസ് അതിൻ്റെ ആ ഒരു എക്കോസിസ്റ്റത്തിലുള്ള തനതായ ജീവികൾക്ക് ഭീഷണിയാകും. അതിനെയാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. ന്യൂ സ്പീഷീസ് എൻറ്ററിങ് എ ജോഗ്രഫിക്കൽ റീജിയൻ ആർ നോൺ ആസ് എക്സോട്ടിക് ഓർ ഏലിയൻ സ്പീഷീസ്. പുതിയതായിട്ട് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു സ്ഥലത്തേക്ക് പുതിയതായിട്ട് ഒരു ജീവിയെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ ജീവിക്ക് പറയുന്ന പേരാണ് ഏലിയൻ സ്പീഷീസ് എന്നോ
എക്സോട്ടിക് സ്പീഷീസ് എന്നോ പറയും. ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ് ടു എ ന്യൂ ഹാബിറ്റാറ്റ് മേ അഡ്വേഴ്സ്ലി അഫക്ട് ദ നേറ്റീവ് സ്പീഷീസ്. അതിൻ്റെ നമുക്കറിയാലോ, ഇപ്പോൾ ഒരു പുഴയിൽ അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ആറ്റിലൊക്കെ പലതരം മീനുകളുണ്ടായിരുന്നു. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പൂർവികരൊക്കെ പറയും, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറയുന്ന കേൾക്കാം, ഇഷ്ടംപോലെ തരം വൈവിധ്യമാർന്ന മത്സ്യങ്ങളൊക്കെ നമ്മുടെ ആറ്റിലൊക്കെ ഉണ്ട്, ആറ്റിലൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അല്ലേ. പ്രോൺസും ഒക്കെ ഉണ്ടായിരുന്നു, ആറ്റുകുഞ്ചു പോലുള്ള ജീവികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരെണ്ണത്തിനെ പോലും കാണത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ഈ പടം കാണിച്ചിരിക്കുന്ന ഒരു ആഫ്രിക്കൻ മുഷിയാണ്. നമുക്കറിയാം, മുഷി എന്ന് പറയുന്ന മീനിനെ നമ്മൾ ആറ്റിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് അല്ലേ. ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അതായത് ഇത് വളർത്ത മീനായിട്ട് കൊണ്ടുവന്നതാണ്. ആരോ കൊണ്ടുവന്ന് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. അത് നമ്മുടെ പുഴകളിലും ഒക്കെ തോടുകളിലും ഒക്കെ കൊണ്ടിട്ടപ്പോൾ അവ നമ്മുടെ തനതായ നേറ്റീവ് സ്പീഷീസിനെ എല്ലാം ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. സംടൈംസ് ഇറ്റ് മേ ലീഡ് ടു ദ എക്സ്റ്റെൻഷൻ ഓഫ് ദ സ്പീഷീസ്. അവരുടെ എണ്ണം, നേറ്റീവ് സ്പീഷീസ് എല്ലാം ഇല്ലാതാവുകയും ചെയ്തു, അത് എക്സ്റ്റെൻഡ് ആവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയാണ് ഏലിയൻ സ്പീഷീസുകളുടെ ഇൻവേഷൻ. ഏലിയൻ സ്പീഷീസ് പുതിയ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ദ നൈൽ പർച്ച്. ഇതാണ് ഒരു നൈൽ പർച്ച് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. ഒരിക്കൽ അത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ ഇൻ ദ ഈസ്റ്റ് ആഫ്രിക്ക. ഈസ്റ്റ് ആഫ്രിക്കയിലാണല്ലോ ലേക്ക് വിക്ടോറിയ എന്ന് പറയുന്ന തടാകമുള്ളത്. ആ തടാകത്തിൽ ഈ മത്സ്യത്തിനെ ഇട്ടപ്പോൾ ആ മത്സ്യങ്ങളുടെ എണ്ണം കൂടിയതോടുകൂടി ഇറ്റ് ലെഡ് ടു ദ എക്സ്റ്റെൻഷൻ ഓഫ് 200 സ്പീഷീസ് ഓഫ് സിസ്ലിറ്റ് ഫിഷ് ഇൻ ദ ലേക്ക്. ഈ വിക്ടോറിയ ലേക്കിൽ ധാരാളം സിസ്ലിറ്റ്, നമ്മൾ അക്വേറിയത്തിലൊക്കെ കാണുന്ന തരത്തിലുള്ള 10,000 ടൈപ്പ് ഓഫ് സ്പീഷീസിലുള്ള സിസ്ലിറ്റ് ഫിഷുകൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പല വർണ്ണങ്ങളിലുള്ള ഫിഷുകളുണ്ട്, സിസ്ലിറ്റ് ഫിഷുകൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അതിൽ ഏകദേശം ഒരു 200 സ്പീഷീസോളം ഇപ്പോഴ് ഇല്ലാതായി എന്നാണ് പറയുന്നത്. എന്ത് കാരണമാണ്? ഈ നൈൽ പർച്ച് എന്ന് പറയുന്ന ഫിഷിനെ അവിടെ കൊണ്ടിട്ടപ്പോൾ ഏകദേശം 200 സ്പീഷീസോളം സിസ്ലിറ്റ് ഫിഷുകളെ എക്സ്റ്റിൻറ്റ് ആയി പോയി എന്നാണ് പറയുന്നത്. അത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അതിനൊരു ഉദാഹരണമാണ് ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ഒരു സസ്യം. പാർത്തേനിയം എന്ന് പറയുന്ന സസ്യം, ഇതാണ് ക്യാരറ്റ് ഗ്രാസ്. അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് ലന്താന എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും ചെടിച്ചട്ടിയിൽ വെച്ചേക്കുന്ന ഒരു ചെടിയാണിത് അല്ലേ. ആ ചെടിയാണ് ലന്താന. ആൻഡ് വാട്ടർ ഹയാസിൻറ്റ് അല്ലെങ്കിൽ ഐക്കോർണിയ എന്ന് പറയും. നമ്മൾ ആലപ്പുഴ സൈഡിലൊക്കെ പോകുമ്പോൾ ആ തോടുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ ബായൽ എന്നും ഒക്കെ പറയത്തില്ലേ. അതിൻ്റെ കൂട്ടത്തിൽ കാണുന്ന ഒരു സസ്യമാണ് വാട്ടർ ഹയാസിൻത് എന്ന് പറയുന്നത്. ഇത് നിറച്ച് വെള്ളമുള്ള ഏരിയാസിലെല്ലാം ഇങ്ങനെ കവർ ചെയ്താണ് കാണുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ വെള്ളത്തിലെ സൂര്യപ്രകാശവും ഓക്സിജനും ഒന്നും കയറാതെ വെള്ളത്തിലുള്ള പല മത്സ്യങ്ങളെ അത് അഫക്റ്റ് ചെയ്യും. ഈ 3 എണ്ണവും, അതായത് ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ചെടി, അതുപോലെ തന്നെ ലന്താന എന്ന് പറയുന്ന ചെടി, അതുപോലെ വാട്ടർ ഹയാസിൻത് അല്ലെങ്കിൽ ഐക്കോർണിയ എന്ന് പറയുന്ന ചെടി, ഇതെല്ലാം തന്നെ ഈസ് ഓൾസോ ഏലിയൻ ഇൻവേഷൻ സ്പീഷീസ്. ഇങ്ങനെ പുറത്തുനിന്ന് വന്ന സ്പീഷീസ്. പക്ഷെ അത് എന്ത് ചെയ്തു എന്ന് പറയുന്നത്, നമ്മുടെ പ്രകൃതിയെ അത് പല തനതായ നമ്മുടെ നാടൻ ഇനങ്ങളെ എല്ലാം ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു എന്തിന് എക്സാമ്പിളാണ്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷന് എക്സാമ്പിളാണ്. മറ്റ് ഒരു എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലാരിയാസിൻ്റെ കാർഡ് അല്ലേ. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് മുഷി അല്ലേ. ക്ലാരിയാസ് ഗാരിപീനിയസ് എന്ന് പറയുന്ന ഫിഷ് ഫോർ അക്വാകൾച്ചർ പർപ്പസ് ഇസ് പോസിങ് എ ത്രെറ്റ് ടു നേറ്റീവ് ക്യാറ്റ് ഫിഷ്. ഇത് അക്വാകൾച്ചറിന് വേണ്ടി, അതായത് കൃഷിക്ക് വേണ്ടി, അത് കൃഷി ചെയ്ത് എടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ഫിഷിനെ കൊണ്ടുവന്ന ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചാടി നാച്ചുറൽ വാട്ടർ ബോഡീസിൽ പോയിട്ട് അവരെന്ത് ചെയ്തു എന്ന് പറയുന്നത്, മറ്റ് നമ്മുടെ നാടൻ ഫിഷുകളെയെല്ലാം പിടിച്ച് കുഞ്ഞു ഫിഷുകളെയെല്ലാം പിടിച്ച് തിന്നുന്ന ഒരു ഫിഷാണ് ഈ ക്ലാരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ത്രെട്ടാണ്, ഒരു ഭീഷണിയാണ് നമ്മുടെ നാടൻ ക്യാറ്റ് ഫിഷിനൊക്കെ. നാടൻ മുഷി ഇനങ്ങളെ ഇപ്പോൾ കാണാനില്ല, എല്ലാം ഇതുങ്ങൾ വന്ന് നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും എന്തിനൊരു ഉദാഹരണമാണ്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷന് ഉദാഹരണമാണ്. അതുപോലെ കോ എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത് അല്ലേ. കോ എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത് ഒന്നിച്ച് എക്സ്റ്റെൻഡ് ആവുക. അതായത് വെൻ എ സ്പീഷീസ് എക്സ്റ്റിൻഷൻ
when a species extinction, the animal or plant associated with it also extinct. This is known as co-extinction. അപ്പോൾ ഒരു സ്പീഷീസ് എക്സ്റ്റിൻ്റ് ആവുന്ന എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു ആനിമലോ ഒരു പ്ലാന്റോ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, ഒരു സ്പീഷീസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാന്റോ ആനിമലോ എക്സ്റ്റിൻ്റ് ആവുമ്പോൾ ആ ആനിമലും എക്സ്റ്റിൻ്റ് ആവുന്നു അല്ലേ. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തലയിലും ഒക്കെ നമുക്കറിയാം പേനും പോലുള്ള സാധനങ്ങളുണ്ട് അല്ലേ. മനുഷ്യനില്ലാതായി കഴിഞ്ഞാൽ ഈ പേനിന് എവിടെ പോയി ജീവിക്കാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ അവരും ഇല്ലാതായി. അതുപോലെ അനേകതരം കന്നുകാലികളിലും മൃഗങ്ങളിലും ഒക്കെ നമുക്കറിയാം പലതരം ചെള്ളും അല്ലേ വണ്ടനും ഒക്കെ ഉണ്ട്, പലതരം പേനുകളും ഒക്കെ. ഈ ഓരോ ജീവിയുടെ മേത്ത് ഇരുന്ന് ജീവിക്കുന്ന കുറേ ജീവികളെ നമ്മൾ പാരസൈറ്റുകളെ കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഈ ജീവികൾ ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് പറ്റും, അതിൻ്റെ മേത്തിരിക്കുന്ന പാരസൈറ്റുകളും ഇല്ലാതായി. അതേപോലെ നമ്മളൊരു ഉദാഹരണം പണ്ട് പഠിച്ചിട്ടുണ്ട്, ഡോഡോ പക്ഷിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഡോഡോ പക്ഷി പിന്നെ ഒരു കാൽവേറി മരം എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ അരി തിന്ന് അത് ഡൈജസ്റ്റ് ചെയ്ത് അതിൻ്റെ കാഷ്ടത്തിൽ കൂടി പുറത്ത് വന്നാൽ മാത്രമേ ആ അരി കിളിക്കത്തുള്ളായിരുന്നു പണ്ട്. പക്ഷെ ഈ ഡോഡോ പക്ഷിയെ എല്ലാവരും വേട്ടയാടി ഡോഡോ പക്ഷി ഇല്ലാതായതോടുകൂടി ഈ കാൽവേറി മരവും ഇല്ലാതായി പോയി എന്നുള്ളത് നമ്മൾ കഥയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ഈ കോ എക്സ്റ്റൻഷൻ്റെ ഒരു ഉദാഹരണമാണ്. The extinction of a host fish leads to the extinction of a parasite associated with it. ഇപ്പോൾ ഇതൊരു ഫിഷ് ആണെങ്കിൽ ആ ഫിഷിൻ്റെ മേത്ത് ഏതെങ്കിലും ഒരു പാരസൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫിഷ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഫിഷ് ഇല്ലാതായാൽ അതിൻ്റെ മേത്തിരിക്കുന്ന പാരസൈറ്റുകൾ ഇല്ലാതായി പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇൻ co-evolved plant pollinator mutualism, extinction of one leads to the extinction of other. നമുക്കറിയാം ചിലതരം സസ്യങ്ങൾക്ക് ചിലതരം പക്ഷികളോ അല്ലെങ്കിൽ ചിലതരം പൂമ്പാറ്റകളോ ഈച്ചകളോ പോളിനേഷൻ നടത്തിയാലേ അവയിൽ സീഡ്സ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ചില പർട്ടിക്കുലർ ചെടികളൊക്കെ അവരുടെ നമ്മളിപ്പോൾ ഡോഡോ പക്ഷിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് പോളിനേറ്റേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റേത് നമ്മൾ സീഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ചില പക്ഷികളൊക്കെ വന്ന് ഇതിൽ നിന്ന് തേൻ കുടിക്കുക, അല്ലെ ഇതിൽ നിന്ന് പോളിനേഷൻ, അതിൻ്റെ തേൻ കുടിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ പെറ്റൽസ് ഒക്കെ വിടർത്തുക, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് പൊട്ടിക്കുക, അങ്ങനെ പോളൻസ് ഇവിടെ വീഴുക, അങ്ങനെയൊക്കെയുള്ള മ്യൂച്വലിസം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്ന ഒരു തരം പ്ലാന്റ് പോളിനേറ്റേഴ്സിൽ ഈ ഒരു പക്ഷി ഇല്ലാതായി കഴിഞ്ഞാൽ അതിനെ പോളിനേറ്റ് ചെയ്യുന്ന ചെടിയും ലേറ്റർ ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ പൂമ്പാറ്റകളായാലും തേനീച്ചകളായാലും ഒക്കെ ഇല്ലാതായാൽ അവ പോളിനേറ്റ് ചെയ്യുന്ന ചെടികളും അല്ലെ സസ്യങ്ങളും എന്താകുമെന്നാണ് പറയുന്നത്, എക്സ്റ്റിൻറ്റ്. അപ്പം ഇങ്ങനെ ഒന്നിച്ച് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിയോ സസ്യമോ ഒക്കെ ഒന്നിച്ച് എക്സ്റ്റിൻറ്റ് ആകുന്നതിനെയാണ് കോ എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, 4 തരത്തിലെ ഈവിൾ കോട്രറ്റ്സ് ആണ് നമ്മൾക്കുള്ളത്. ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ ഹാബിറ്റാറ്റ് ലോസ്, ഈ 4 നന്നായിട്ട് പഠിച്ചോണം. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, കോ എക്സ്റ്റൻഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നത്? അതിന് 2 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? Conservation of biodiversity can be done by 2 ways. One is in situ conservation and ex situ conservation. ഇതൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ തന്നെ അവരെ സംരക്ഷിക്കുക അല്ലേ. ജീവികളെ അവർ ജീവിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ അവരെ സംരക്ഷിക്കുന്നതിനെയാണ് ഓൺ സൈറ്റായിട്ട് കൺസർവ് ചെയ്യുക, അല്ലെ ഇൻ സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടേംസ് പഠിച്ചിരിക്കുക, ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്? The conservation of genetic resources through their maintenance within the natural or even human made ecosystem in which they occur in
occur is called as in situ conservation. The conservation of genetic resources through their maintenance within the natural, അവർ ജീവിക്കുന്ന പ്രകൃതിയിൽ തന്നെ അവരെ സംരക്ഷിക്കും. നമ്മൾ ആ പ്രകൃതിയോടൊപ്പം തന്നെ ആ പ്രകൃതിയിലുള്ള ആ ഒരു പ്രദേശത്തുള്ള ജീവികളെയും കൂടെ സംരക്ഷിക്കുക. അതിനൊരു ഉദാഹരണം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. Biodiversity hotspots are the regions with very high level of species richness and high degree of endemism. അതായത് ഏറ്റവും കൂടുതൽ എൻഡമിക് സ്പീഷീസ് ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? ദ സ്പീഷീസ് കൺഫൈൻഡ് ടു എ റീജിയൻ ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ് ആർ നോൺ ആസ് എൻഡമിക് സ്പീഷീസ്. എൻഡമിക് സ്പീഷീസിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, സൈലന്റ് വാലി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സൈലന്റ് വാലിയിലുള്ള ഒരു പർട്ടിക്കുലർ ജീവിയാണ് ഏത്? സിംഹവാലൻ കുരങ്ങുകൾ അല്ലേ, നീലഗിരി ടാർ അല്ലെ, വരയാടുകൾ അല്ലേ. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ പറയും ലോകത്ത് വേറെ എങ്ങും കാണപ്പെടാത്ത ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം കാണുന്ന ജീവികളെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന്. അങ്ങനെ കാണപ്പെടുന്നതിനെ ആണ് നമ്മൾ എൻഡിമിസം എന്ന് പറയുന്നത്. അങ്ങനെ റെയർ ആയിട്ടുള്ള ജീവികൾ കാണപ്പെടുന്ന റീജൻസിന്, ആ ഒരു പ്രതിഭാസത്തിന് എൻഡിമിസം എന്ന് പറയും. അപ്പോൾ ഈ എൻഡിമിസം കൂടുതലുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ് കാണപ്പെടുന്ന, ഹൈ ലെവൽ ഓഫ് സ്പീഷീസ് റിച്ച്നെസ് കാണപ്പെടുന്ന ആൻഡ് ഓൾസോ ഹൈ ഡിഗ്രി ഓഫ് എൻഡിമിസം കാണപ്പെടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹോട്ട്സ്പോട്ടുകളെല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കുക അല്ലേ. അപ്പോൾ ആ ഏരിയ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള എൻഡമിക് സ്പീഷീസിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. There are 34 biodiversity hotspots in the world. ലോകത്ത് എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പല ഹോട്ട്സ്പോട്ടുകളാണ്. 34 എണ്ണമാണ് ഉള്ളത്. അതിൽ 3 of these hotspots are in India. ഇന്ത്യയിലാണ് 3 എണ്ണം ഉള്ളത്. അതിൽ വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. പിന്നെ അതുപോലെ ശ്രീലങ്കയിലുണ്ട്. അതുപോലെ ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ഇൻഡോ ബർമ ഈ ഭാഗത്തായിട്ട് ബർമയിലും ഹിമാലയൻ റീജിയനിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ഈ 3 പ്രദേശങ്ങളിലാണ് എന്തുള്ളത്? നമ്മുടെ ഇന്ത്യയിൽ ഹോട്ട്സ്പോട്ട് ഉള്ളത്. അപ്പം നമ്മൾ വെസ്റ്റേൺ ഗാർഡിനെ കുറിച്ച്, നമ്മൾ പശ്ചിമഘട്ടത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഭാഗമാണ്. പലതരത്തിലുള്ള സസ്യങ്ങളായാലും ജന്തുക്കളായാലും ഒക്കെ കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഈ വെസ്റ്റേൺ ഗാർഡ്. അതുപോലെ മറ്റ് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീലങ്ക ഉണ്ട്, ഇൻഡോ ബർമ, ഹിമാലയൻ റീജിയൻസ് ഉണ്ട്. ഇതെല്ലാം ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ ഇൻ ഇന്ത്യ ഇക്കോളജിക്കലി യുണീക്ക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി റിച്ച് റീജിയൻസ് ആർ ലീഗലി പ്രൊട്ടക്റ്റഡ് ആസ് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോളജിക്കലി യുണീക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ പേരിലാണ് അത് അറിയപ്പെടുന്നത്? ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, അതുപോലെ തന്നെ സാങ്ച്വറീസ് അല്ലേ? ബേർഡ് സാങ്ച്വറീസ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെയെല്ലാം നമ്മൾ അറിയപ്പെടുന്നത് ഇങ്ങനെ ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, ഇരവികുളം അല്ലേ, അങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബയോസ്ഫിയർ റിസർവുകളൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ഏരിയാസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ നൗ ഹാസ് 14 ബയോസ്ഫിയർ റിസർവ്സ്. 14 ബയോസ്ഫിയർ റിസർവുകൾ ഇന്ത്യയിലുണ്ട്. 90 നാഷണൽ പാർക്കുകളുണ്ട്. 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നമ്മൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള റീജിയൻസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രകൃതിയിലുള്ള ഈ എൻഡമിക് ആയിട്ടുള്ള അല്ലേ, യുണീക്കായിട്ട് കാണപ്പെടുന്ന ജീവജാലങ്ങളെയും നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സംരക്ഷിക്കുന്നതിൻ്റെ ആ ഒരു സംരക്ഷണത്തിന് പറയുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന്. അപ്പോൾ അവരുടെ ഹാബിറ്റാറ്റിൽ തന്നെ അവരെ സംരക്ഷിക്കുക, അതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇൻസിറ്റു കൺസർവേഷന് വേറൊരു എക്സാമ്പിളാണ് സേക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത് അല്ലേ, കാവുകൾ അല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട് കാവുകൾ. അതേപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ കാവുകളൊക്കെ ഉണ്ട് അല്ലേ. സേക്രഡ് ഗ്രൂവ്സ് ആർ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലാണ് കൂടുതലും ഈ സേക്രഡ് ഗ്രൂവ്സ് ഒക്കെ കാണുന്നത്. ട്രൈബ്സ് അവരവരുടെ കാട്ടിൽ ഇതേപോലുള്ള അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത
വള്ളിച്ചെടി ഒക്കെ കിടക്കുന്ന ഭാഗത്ത് അവർ കൂടുതലും ദൈവീകമായിട്ടല്ലേ റിലീജിയസ് സാങ്ക്ടിറ്റി, അതായത് പ്രതിഷ്ഠകളൊക്കെ നടത്തി കാവിൽ ആ ഒരു പ്രദേശത്ത് ആരും കയറി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ സംരക്ഷിക്കുന്ന ഏരിയാസ് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ സേക്രഡ് ഗ്രോവ്സ് എന്ന് പറയും. കാവുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും നമുക്ക് കാണാം ഇല്ലേ, ചില കുടുംബങ്ങൾ അതുപോലെ അമ്പലങ്ങളിൽ ഒക്കെ ആയിട്ട് അടുപ്പിച്ച് നമുക്ക് കാവുകൾ കുളങ്ങൾ ഒക്കെ സംരക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാവിലും കുളത്തിലും ഒന്നും ആളുകൾ കയറി അവിടുത്തെ ചെടി ഒടിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടുകയോ ഒന്നും ചെയ്യാറില്ല അല്ലേ. അപ്പോൾ അത് ദൈവീകമായിട്ട് വെച്ചേക്കുന്നത് കൊണ്ടാണ്, അങ്ങനെയെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രകൃതി നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ സേക്രഡ് ഗ്രോവ്സ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നത്. Sacred groves are forests protected by the tribal communities which are free and from all disturbance. Tribals give religious sanctity to the forest and the flora and fauna is well protected here. Flora and fauna എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെടികളും ജന്തുക്കളെയും ഈ പ്രദേശങ്ങളിൽ സംരക്ഷിച്ച് നമ്മൾ പാമ്പിനെ ആയാലും അല്ലേ സർപ്പക്കാവായിട്ടും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിനെയാണ്. ഈ ഒരു ദൈവീക പേര് കൊടുക്കുന്നത് കൊണ്ടാണ് ആളുകൾ അതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. Sacred groves are found in Meghalaya, Rajasthan, Western Ghat regions of Karnataka and Maharashtra and Madhya Pradesh. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെയല്ല, കേരളത്തിലുള്ള കാവുകളെല്ലാം നമ്മൾ വെട്ടി നശിപ്പിക്കുകയും അല്ലേ, അല്ലെങ്കിൽ അവിടെ വീടുകൾ വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഷോർട്ടൺ ചെയ്ത് ചെറുതാക്കി ചെറിയ ഒരു പേരിന് മാത്രം വെക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അതേസമയം രാജസ്ഥാൻ, മേഘാലയ, വെസ്റ്റേൺ ഘാട്ട് പോലുള്ള കർണാടക, മഹാരാഷ്ട്ര പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ധാരാളം ഏരിയാസ് സേക്രഡ് ഗ്രോവ്സ് ആയിട്ട് ഉണ്ട്. ഇൻ മേഘാലയ ദ സേക്രഡ് ഗ്രോവ്സ് ആർ ദ ലാസ്റ്റ് റെഫ്യൂജ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് റെയർ ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസ്. ഇപ്പം മേഘാലയയിലുള്ള ഒരു സേക്രഡ് ഗ്രോവിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വംശനാശന ഭീഷണി നേരിടുന്ന റെയർ ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും ഉണ്ടെന്നാണ്, പ്രത്യേകിച്ച് പ്ലാന്റ്സ് കൂടുതലായിട്ടുണ്ടെന്നാണ് പറയുന്നത് മേഘാലയയിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ കൺസർവേഷനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. In this approach, the threatened animals and plants are taken out from their natural habitat and placed in special settings where they can be protected and given special care. അതായത് ഇൻ ദിസ് അപ്രോച്ച് ത്രെട്ടൻഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, അതായത് വംശനാശന ഭീഷണി നേരിടുന്ന ആളുകൾ അല്ലേ, അവരെ നമ്മൾ എടുത്തുകൊണ്ട് എവിടെ പോകുന്നു, ഫ്രം ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന്, ആൻഡ് ദേ ആർ പ്ലേസ്ഡ് ഇൻ സ്പെഷ്യൽ സെറ്റിങ്സ്, നമുക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് അവരെ കൊണ്ടുപോയി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഗീവ് സ്പെഷ്യൽ കെയർ, അവിടെ ഹ്യൂമൻ കെയർ കൂടുതലായിട്ട് കൊടുക്കുകയാണ് അല്ലേ. അവർക്ക് വേണ്ട ആഹാരവും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി, നമുക്കറിയാലോ പല സൂവിലൊക്കെ നമ്മൾ റെയറായിട്ടുള്ള ജീവജാലങ്ങളെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയും. അതിന് ഉദാഹരണമാണ് സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകൾ, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക് ആർ ദ എക്സാമ്പിൾസ് ഫോർ എക്സിറ്റു കൺസർവേഷൻ. ഇങ്ങനെയുള്ള കൺസർവേഷന് ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകൾ. നമുക്കറിയാം സുവോളജിക്കൽ പാർക്കിൽ ലൈവായിട്ടുള്ള ത്രെട്ടൻഡ് സ്പീഷീസിനെയും ഒക്കെ നമ്മൾ കൊണ്ട് സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ സൂവിലൊക്കെ പോയാൽ നമുക്കറിയാം അല്ലേ, പണ്ട് കാലത്തൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള ഇരുമ്പ് കൂടുകളിലൊക്കെ ആയിരുന്നു അവരെ ഇട്ടിരുന്നത്. ഇപ്പം നമ്മൾ സൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാം, അവർ ഫ്രീ ആയിട്ട് നടക്കുന്ന ഏരിയാസൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻസിലാണെങ്കിലും റെയറായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സസ്യങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നട്ട് സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. അവരുടെ അരികളും ഒക്കെ എടുത്ത് കൾട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ അതിൻ്റെ തൈകളും ഒക്കെ നമ്മളവിടെ കാണാൻ കഴിയും. അതുപോലെ വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകൾ, നമുക്ക് മനുഷ്യന് കയറി കാണാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കുകളൊക്കെ, വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗമീറ്റുകൾ, സ്പേം, ഓവം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീസിങ് പോയിന്റിൽ സംരക്ഷിച്ച് വെക്കുന്നതിനെയാണ് ക്രയോ പ്രിസർവേഷൻ. അതുപോലെ സീഡ് ബാങ്ക് എന്ന് പറയുന്നത് ഓരോ സസ്യങ്ങളുടെയൊക്കെ അരികളും വിത്തുകളും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ദർ ആർ മെനി ആനിമൽസ് ദറ്റ് ഹാവ് ബിക്കം എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ് ബട്ട് കണ്ടിന്യൂ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ സുവോളജിക്കൽ പാർക്ക്. വൈൽഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയാസിൽ ഇല്ലാതായി പോയ ജീവികളെ നമ്മൾ സൂവിലൊക്കെ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുന്നുണ്ട്. അത് മറ്റൊരെണ്ണമാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്.
cryopreservation technique are used for preserving gametes of threatened species in viable and fertile condition for long period. അതായത് പലതരം ചെടികളുടെയും ആനിമൽസിൻ്റെയൊക്കെ ഗമീറ്റുകളെ നമ്മളെടുത്ത് സംരക്ഷിച്ച് വയബിളായിട്ട് അല്ലേ, ജീവനോടുകൾ തന്നെ ഫെർട്ടൈലായിട്ടുള്ള കണ്ടീഷനിൽ ലോങ് പീരീഡ് സംരക്ഷിച്ച് വെക്കുക അല്ലേ. അത് നമുക്കറിയാലോ, നമ്മൾ ഫുഡൊക്കെ ഫ്രീസറിൽ വെക്കുന്ന പോലെ അതിലും താണ ടെമ്പറേച്ചറിൽ, അതായത് ഏകദേശം ഒരു -160 180 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഗമീറ്റുകളെ വയബിളായിട്ട് സംരക്ഷിച്ച് വെക്കുന്നത്. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഗമീറ്റ്സ് ഒക്കെ നമ്മൾ റയറായിട്ടുള്ള ജീവികൾ അല്ലെ ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെയൊക്കെ എടുത്ത് സംരക്ഷിച്ച് പിന്നീട് എപ്പോഴേലും അവരെ നമുക്ക് പുനർജനിപ്പിക്കാൻ വേണ്ടി സംരക്ഷിച്ച് വെക്കുന്നതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റിലത്തെ പറയുന്നതാണ് സീഡ് ബാങ്ക്സ്. സീഡ് ബാങ്ക്സ് ആണ് ഇതുപോലുള്ള യൂസിലൊക്കെ നമുക്കറിയാം, ഈ അരികൾ, പലതരം സസ്യങ്ങളുടെയൊക്കെ അരികളെടുത്ത് സൂക്ഷിച്ചു വെക്കുക. Seed banks are used for preserving seeds of different genetic strains of commercially important plant for long period. കൊമേഴ്സ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെടികളുടെയൊക്കെ വിത്തുകളെടുത്ത് ശേഖരിച്ച് സംരക്ഷിച്ച് വെക്കുന്നതിനെയാണ് സീഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച 2 തരം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ കുറിച്ചാണ്. പരീക്ഷയ്ക്ക് 2 തരം കൺസർവേഷന് കുറേ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് 2 എക്സാമ്പിൾ വീതം ചോദിച്ചാൽ എഴുതാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇൻസിറ്റു കൺസർവേഷനിൽ നമ്മൾ നാഷണൽ പാർക്കുകൾ, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, സേക്രഡ് ഗ്രൂവ്സ്, ഇതൊക്കെ ഏതിൻ്റെ ഇതിൽ വരും? ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷനിൽ വരുന്നതാണ് സൂകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകൾ, അതുപോലെ ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക്സ്, ഇതെല്ലാം എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസവും പഠിക്കുക, ഇതിന് കുറച്ച് ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. ഫോക്കസ് ഏരിയ അനുസരിച്ച് പഠിക്കാനുള്ള ഒരു 4 ടോപ്പിക് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്കുകളെല്ലാം തീർന്നു. ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഗുഡ് ലക്ക്.